എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊടിയിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി FIUGP 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ 4ാം സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ 4th സെമസ്റ്ററിൽ ഇന്റേൺഷിപ്പുള്ള കാര്യം നിങ്ങളുടെ കോളേജിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ അതിപ്പോൾ യൂണിവേഴ്സിറ്റി ഒഫീഷ്യലായിട്ട് ഓർഡറായിട്ട് ഇറക്കിയിരിക്കുകയാണ്. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുകളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും നമ്മുടെ വാട്സപ്പ് ചാനലും കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വളരെ വളരെ പ്രധാനമറിയുന്ന വാർത്ത എടുക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി FIUGP 4ാം സെമസ്റ്റർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. തീർച്ചയായും 4ാം സെമസ്റ്ററിനൊപ്പമാണ് നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടതെന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. ഈ സർക്കുലർ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്ന് ലഭ്യമാണ്. ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഗൈഡ് ലൈൻസും ഒരു 14 പേജുള്ള ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. ഇന്റേൺഷിപ്പിൻ്റെ ടൈം എന്ന് പറയുന്നത് നമുക്ക് ക്രെഡിറ്റ് പറയാം. ഇന്റേൺഷിപ്പിന് 2 ക്രെഡിറ്റ് ആണുള്ളത്. ഇന്റേൺഷിപ്പിൻ്റെ 2 ക്രെഡിറ്റ് വിദ്യാർത്ഥികൾക്ക് നിർബന്ധമാണെന്നുള്ള വിവരം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. 90 മുതൽ 120 മണിക്കൂർ വരെയാണ് ഇന്റേൺഷിപ്പ് ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടത്. 90 മുതൽ 120 മണിക്കൂർ വരെ, അതായത് 15 ദിവസം മുതൽ 20 ദിവസം വരെയുള്ള ടൈമിലാണ് ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൂടുതൽ പറയാൻ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് ഈ ഗൈഡ് ലൈൻസ് യൂണിവേഴ്സിറ്റി സൈഡിൽ ലഭ്യമാണ്. ഇതിൻ്റെ സർക്കുലർ തീർച്ചയായും നിങ്ങൾക്കിത് വായിച്ച് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ സാധിക്കും. ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യേണ്ടത് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ വെബ്സൈറ്റ് വഴിയാണ്. അവിടെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ഇന്റേൺഷിപ്പ് പോർട്ടലിൽ കയറി കഴിഞ്ഞിട്ട് തീർച്ചയായും നിങ്ങൾക്ക് അവിടെ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ലിങ്ക് ലഭ്യമാണ്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ വഴി ഇന്റേൺഷിപ്പ് ചെയ്യാം. മേജർ വിഷയത്തിൽ നിന്ന് തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യണമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചെയ്താൽ മതിയാകും. മേജർ വിഷയത്തിൽ നിന്ന് ചെയ്യണമെന്നുള്ള കാര്യത്തിലൊന്നും ഒരു നിർബന്ധവും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ പുതിയമായി കാണുന്നൊരു മൈ നെയിം ഈസ് കൃത ഫൗണ്ടർ സ്ക്രൈബ് ഫോർ ദ ഗൈഡ് ടീം ഫോർ വാച്ചിങ്. ബൈ.